അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സൈനപ്പിൻ്റെ സ്ക്രീനാണ്. അപ്പോൾ ഈ സൈനപ്പിൻ്റെ സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഏകദേശം സൈൻ ഇൻ സ്ക്രീനുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അതായത് 90% അതൊരു സൈൻ ഇൻ സ്ക്രീൻ തന്നെയാണ്. ആകെ വ്യത്യാസമുള്ളത് ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് കൂടുതൽ വരുന്നുണ്ട്. പിന്നെ ആ ഒരു റിമെമ്പർ മീ പാസ്വേഡ്, ഫോർഗോട്ട് പാസ്വേഡ് അതൊന്നുമില്ല. പിന്നെ ഇവിടെ കാണിക്കാൻ ആ ഒരു ടെക്സ്റ്റുകളില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഏകദേശം നമുക്ക് ഒരുവിധം എല്ലാം അതിൽ നിന്ന് തന്നെ നമുക്ക് കോപ്പി എടുക്കാം. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ചെയ്തു വരാം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു സൈനപ്പ് സ്ക്രീനിൻ്റെ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിനകത്തൊരു കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. നാവിഗേറ്റേഴ്സിൽ നമുക്ക് ആദ്യം തന്നെ അതിനെ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്ക്രീനായിട്ട് വെക്കാം. ഓക്കെ, അതിന് മുമ്പായിട്ട് ഇവിടെ നമ്മൾ ഈ സ്ക്രീൻസിൻ്റെ ഇൻഡെക്സിൽ നമുക്കതിന് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നാവിഗേറ്ററിൽ ഒരു സ്ക്രീനാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്തിട്ട് നാവിഗേഷൻ വർക്ക് ചെയ്യേണ്ടോ നോക്കാം. അപ്പോൾ അതിനായിട്ട് സൈൻ ഇൻ സ്ക്രീനിൽ ഈ ഒരു സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഈ ഒരു ടെക്സ്റ്റിൻ്റെ അകത്തായിരിക്കും നമുക്ക് ആ ഒരു നാവിഗേഷനിലേക്ക് പോകാനുള്ള ബട്ടൺ വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഓൺ പ്രസ് ഫങ്ഷൻ എഴുതാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആപ്പ് ഇവിടെ റൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഈ ഒരു സൈൻ ഇൻ സ്ക്രീനിൽ നിന്ന് ആ ഒരു കോമൺ ആയിട്ട് വരുന്ന കോമ്പണൻസ് എല്ലാം നമുക്ക് സൈൻ അപ്പ് സ്ക്രീനിലോട്ട് കോപ്പി ചെയ്യാം. ബാക്കി നമുക്ക് വ്യത്യാസങ്ങളുള്ളത് നമുക്ക് സെപ്പറേറ്റ് എഡിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് തന്നെ നമ്മൾ സൈൻ അപ്പ് സ്ക്രീനിൻ്റെ ആ മെയിൻ കണ്ടെയ്നറിൻ്റെ സ്റ്റൈല്, അപ്പോൾ അതിന് തന്നെ നമ്മളുടെ മെയിൻ കണ്ടെയ്നറിൻ്റെ സൈൻ അപ്പ് സ്ക്രീനിലെ മെയിൻ കണ്ടെയ്നറിൻ്റെ അതായത് പാരന്റ് കണ്ടെയ്നറിൻ്റെ സ്റ്റൈൽ മാറ്റാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കളേഴ്സിനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യണം. ഞാനൊരു സൈൻ ഇൻ സ്ക്രീനിൽ നിന്ന് ആ മെയിൻ കണ്ടെയ്നറിനെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഒന്നുമില്ല, മൊത്തം നമ്മൾ ഡീഫോൾട്ട് വൈറ്റ് കളർ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് പിന്നെ നമ്മളുടെ ഈ ഒരു സ്റ്റാറ്റസ് ബാർ, ആ ഒരു സെപ്പറേറ്റർ, പിന്നെ ആ ഒരു ഹെഡറിൽ കാണുന്ന ആ ഒരു സൈൻ എന്നുള്ള ഒരു ടൈറ്റിൽ, അപ്പോൾ ഇത് മൊത്തം നമുക്ക് അങ്ങോട്ട് എടുക്കാം. ഞാൻ ഈ ടെക്സ്റ്റ് ഇവിടെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ അതവിടെ പേസ്റ്റ് ചെയ്യണം. ഇത് പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഇവിടെ സ്റ്റൈലുകൾ, ഹെഡർ കണ്ടെയ്നർ സ്റ്റൈലുണ്ട്, ഹെഡർ ടൈറ്റിൽ സ്റ്റൈലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വേണം. പിന്നെ മാത്രമല്ല അയോണിക്കോൺസിൻ്റെ ഒരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യാനുണ്ട്, സെപ്പറേറ്റർ ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. സൈൻ ഇൻ എന്നുള്ളത് സൈൻ അപ്പ് ആക്കണം. അപ്പോൾ അതിന് തന്നെ ഞാൻ ആ സ്റ്റൈലുകൾ കോപ്പി എടുക്കാം. ഇത് രണ്ടും എടുത്തിട്ട് നമുക്ക് ഇവിടുത്തെ സ്റ്റൈലിൽ ഇടാം. പിന്നെ അതുപോലെ ഇമ്പോർട്ട് ചെയ്യാനുള്ളത് അയോണിക്കോൺസ് ആണ്. പിന്നെ ഇവിടെ നിന്ന് നാവിഗേഷൻ എടുക്കണം, സെപ്പറേറ്റർ എടുക്കണം. ഇപ്പോൾ ഇവിടെ ടോഗിൾ ബട്ടൻ്റെ ആവശ്യമില്ല, സെപ്പറേറ്റർ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്ര എടുത്തിട്ട് ഞാൻ സേവ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഫോൺസും കൂടി നമുക്ക് ആവശ്യം. ഡിസ്പ്ലേ, സ്റ്റാറ്റസ് ബാർ നമ്മൾ ഇമ്പോർട്ട് ചെയ്തില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ സൈനപ്പിൻ്റെ ആ മുകളിലെ ഭാഗങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സൈൻ ഇന്നിലോട്ട് പോകുന്നുണ്ട്. സൈനപ്പ് എന്നുള്ളൊരു ടെക്സ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഓക്കെ ആയി. ഇനിയിപ്പോൾ അടുത്തതും ഈ പറഞ്ഞ പോലെ ക്രിയേറ്റ് അക്കൗണ്ട്. ഇതും സൈൻ ഇന്നിൽ ഇതുപോലെ ഒരു ഹെഡർ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഒരു സബ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. അതേ സെയിം സംഭവങ്ങൾ തന്നെയാണ് സൈനപ്പിലും വരുന്നത്. അപ്പോൾ അതും നമുക്ക് ആ കോപ്പി അങ്ങോട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ രണ്ട് ടെക്സ്റ്റുകൾ മാത്രമേ ഉള്ളൂ, അതിൻ്റെ സ്റ്റൈലും മാത്രം നമുക്ക് എടുത്താൽ മതി. ഞാൻ ഈ ഒരു വ്യൂവിൻ്റെ താഴെയിട്ട് ആ രണ്ട് ടെക്സ്റ്റ് എടുക്കണം. അതുപോലെ അതിൻ്റെ സ്റ്റൈലും നമുക്ക് വേണം. ഈ രണ്ട് സ്റ്റൈലും ഞാൻ എടുക്കണം. ഇപ്പം അതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റണം. വെൽക്കമിന് പകരം ഞാൻ ക്രിയേറ്റ് അക്കൗണ്ട് എന്നാണ് കൊടുക്കണം. ഇവിടെ അതുപോലെ യൂസർ നെയിമിന് പകരം ഇമെയിൽ, പിന്നെ യൂസർ നെയിം, പാസ്വേഡ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു ടെക്സ്റ്റ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുള്ളത് ഇൻപുട്ടിൻ്റെ ഒരു കണ്ടെയ്നറാണ്. ഈ ഒരു ഇൻപുട്ടിൻ്റെ കണ്ടെയ്നറുകളും ഏകദേശം നമ്മളിലുണ്ട്. യൂസർ നെയിം, പാസ്വേഡ് ഉണ്ട്. അപ്പോൾ ആ യൂസർ നെയിം, പാസ്വേഡ് നമുക്ക് ഉപയോഗിക്കാം. അത് കൂടാണ്ട് നമുക്കൊരു ഇമെയിലിൻ്റെയും കൂടി വരുന്നുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതും കോപ്പി എടുക്കുക. അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു ഇൻപുട്ട് ടെക്സ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ തൊട്ടായിരിക്കും അതിൻ്റെ ഒരു വ്യൂ വരുന്നുണ്ടാവുക. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ ഒരു യൂസർ നെയിമിൻ്റെ ഒരു ഇൻപുട്ട്, പിന്നെ വരുന്നത് ഒരു പാസ്വേഡിൻ്റെ ഇൻപുട്ട്. അപ്പോൾ ഏകദേശം ഇത്രയും പോർഷൻ ആയിരിക്കും അത് വരുന്നുണ്ടാവുക. ഞാനിതും കോപ്പി എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. കാരണം സ്റ്റൈലുകളില്ല, പിന്നെ ഈ ഒരു ഫംഗ്ഷനുകളില്ല. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേറ്റുകളും നമുക്ക് അവിടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് നമുക്ക് തന്നെ ആ സ്റ്റേറ്റ്, യൂസ് സ്റ്റേറ്റ് എന്നുള്ള ഹുക്ക് ഇമ്പോർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് ആ ഒരു സ്റ്റേറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ആ സ്റ്റൈലുകൾ നമുക്ക് എടുക്കാൻ ഇൻപുട്ട് കണ്ടെയ്നർ, ഇൻപുട്ട് സബ് കണ്ടെയ്നർ, ഇൻപുട്ട് ടെക്സ്റ്റ്, ഇത്തരം കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഈ സ്റ്റൈലിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം.
ഓക്കെ, ഫെദർ എന്ന് പറഞ്ഞിട്ടുള്ള ഐക്കൺ റിയാക്ട് വെക്ടർ ഐക്കൺസ് നമുക്ക് എടുക്കാൻ. ടെക്സ്റ്റ് ഇൻപുട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ആ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഇമെയിലും കൂടെയാണ് അതിൻ്റെ കൂടെ ആവശ്യമുള്ളത്. ഈ യൂസർ നെയിമിൻ്റെ പോലെ തന്നെ ഞാൻ കോപ്പി എടുത്തിട്ട് ഈ ഐറ്റം സെപ്പറേറ്ററിൻ്റെ താഴെ പേസ്റ്റ് ചെയ്യാൻ പോകണം. അതുപോലെ ഈ ഒരു ഐറ്റം സെപ്പറേറ്റർ എടുത്തിട്ട് ഒന്നും കൂടെ അതിൻ്റെ താഴെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി. നിങ്ങൾക്ക് കാണാൻ പറ്റും 2 യൂസർ നെയിം. അപ്പോൾ അതിൽ നടുവിലത്തെ യൂസർ നെയിമിനെ നമുക്ക് ഇമെയിൽ നോക്കാം. അപ്പോൾ ഞാനിവിടെ യൂസർ നെയിം എന്നുള്ളത് ഇമെയിലാക്കി. അതുപോലെ നമുക്ക് ആ ഒരു ഐക്കൺ വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ റിയാക്ട് നേറ്റീവ് വെക്ടർ ഐക്കൺസിൻ്റെ ലൈബ്രറിയിൽ വന്നിട്ട് ഞാൻ ജസ്റ്റ് മെയിലിൽ നിന്ന് സെർച്ച് ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് മെയിലുമായിട്ട് കുറേ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ഫെദറിൻ്റെ ഈ ഒരു മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കണാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് ഇവിടെ യൂസറിന് പകരം മെയിൽ എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇമെയിലായി, അത് മെയിലായി. അപ്പോൾ ആ ഒരു ഇൻപുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടും. അപ്പോൾ ഇനി അടുത്തത് വരുന്നത് മറ്റേ ആ ഒരു വലിയ ബട്ടനാണ്. നമ്മൾ ആ സൈനിൻ്റെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പോൾ സൈൻ അപ്പ് എന്നുള്ളതാക്കേണ്ടി വരും. അപ്പോൾ ആ ബട്ടൺ നമുക്ക് ഇവിടെ ഉണ്ട്. ഈ ഒരു ഇതാണ് നമ്മളുടെ ആ ഒരു ബട്ടൺ. അപ്പോൾ നമുക്കിവിടെ റിമെമ്പർ മീ ആ ഒരു സംഭവങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല. അപ്പോൾ ഞാനതൊന്നും ഇവിടെ എടുക്കണില്ല. ഞാൻ ഈ ഒരു ബട്ടൺ മാത്രം എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ സ്റ്റൈൽ നമുക്ക് വേണ്ടി വരും. 2 സ്റ്റൈലാണ് അതിനുള്ളത്. അതിൻ്റെ ഒരു ബട്ടൻ്റെ സ്റ്റൈലും പിന്നെ അതിൻ്റെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈലും. അപ്പോൾ അത് രണ്ടും കൂടെ ഞാനിവിടെ പേസ്റ്റ് ചെയ്യാൻ പോകണം. ടച്ചബിൾ ഒപ്പാസിറ്റി അതിന് മുമ്പായിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. നമുക്ക് ഈ സൈൻ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് സൈൻ അപ്പ് എന്നാക്കാം. അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളൊരു ബട്ടൺ റെഡിയായി. ഇനി നമുക്ക് വരുന്നത് ആ ഒരു ഓർ എന്ന് പറഞ്ഞ ടെക്സ്റ്റും പിന്നെ ഈ നമ്മളുടെ ഫേസ്ബുക്കിൻ്റെയും ഗൂഗിളിൻ്റെയും സൈൻ ഇൻ ബട്ടൺസ്. അപ്പോൾ ഇതൊക്കെ നമ്മളിൽ ഓൾറെഡി ഉണ്ട്. ഓർ ഉണ്ട്, പിന്നെ ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ നമുക്കതും സുഖമായിട്ട് കോപ്പി ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ആ ഒരു എല്ലാം പേസ്റ്റ് ചെയ്യണോ. ആദ്യം ഓർ ടെക്സ്റ്റ്, പിന്നെ അതുപോലെ ആ 2 ബട്ടൺസ് ഞാൻ പേസ്റ്റ് ചെയ്ത്. ഇനിയിപ്പോൾ അതിൻ്റെ സ്റ്റൈലിങ്ങുകൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം തന്നെ ഓർ ടെക്സ്റ്റ്, പിന്നീട് ആ ഗൂഗിളിൻ്റെ ഫേസ്ബുക്കിൻ്റെ ബട്ടൺ, പിന്നെ അതിൻ്റെ ഒരു കണ്ടെയ്നറും അതിൻ്റെ ഒരു ടെക്സ്റ്റും, പിന്നെ ആ ഒരു അതിൻ്റെ ലോഗോൻ്റെ കണ്ടെയ്നർ, പിന്നെ അതുപോലെ അതിൻ്റെ ലോഗോൻ്റെ ഹൈറ്റും വിഡ്ത്തും, പിന്നെ അതുപോലെ ഇമേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എലമെൻറ്റ് നമുക്ക് റിയാക്ട് നേറ്റീവ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാം. കാരണം ഇമേജ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇമേജസ് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഇത്രയും ഇമ്പോർട്ട് ചെയ്തിട്ട് സേവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ഓർ ടെക്സ്റ്റിൻ്റെ മുകളിൽ ചെറിയൊരു മാർജിനും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ മാർജിൻ ടോപ്പും കൂടെ കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് ഏകദേശം നമ്മളുടെ സൈനപ്പിൻ്റെ സ്ക്രീൻ ബേസിക്കായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് കൂടി മോഡിഫിക്കേഷൻസ് വരും. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ഓരോ ടെക്സ്റ്റിൻ്റെ താഴെയായിട്ട് നമുക്കൊരു എറർ മെസ്സേജുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ സൈൻ ഇൻ സ്ക്രീനിൽ ഒരു പോർഷൻ നമ്മൾ അവിടെ വിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൊരു ടെക്സ്റ്റിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സ്റ്റൈലോ അതിൽ കണ്ടന്റുകളൊന്നും നമുക്ക് കൊടുത്തിട്ടില്ല. കാരണം അത് സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ API കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ എറർ മെസ്സേജുകൾക്കനുസരിച്ച് അതിൻ്റെ വാലിഡേഷൻസിനനുസരിച്ച് നമുക്ക് ആ മെസ്സേജുകൾ മാറ്റാനുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഞാനത് പെട്ടെന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെയാണ് നമ്മൾ സൈനപ്പ് സ്ക്രീനിലും വരാം. സൈനപ്പ് ചെയ്യുന്ന സമയത്ത് ഇമെയിലൊക്കെ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എറർ മെസ്സേജുകളൊക്കെ കാണിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് ഈ പാഡിങ്ങും അതിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പേസൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടെ കൂടും. നമുക്കത് ആ സമയത്ത് ചെയ്യാം. അതുപോലെ ഈ ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും അതുപോലെ സൈൻ ഇൻ സ്ക്രീനിലെ സൈൻ ഇൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു അനിമേഷൻ ഐക്കൺ അവിടെ വെക്കും. ഒരു ലോഡിങ്ങിനുള്ളൊരു ഐക്കണൊക്കെ അവിടെ വെക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചേഞ്ചുകൾ ഇനി ഇതിൽ വരാനുണ്ട്. അത് നമുക്ക് ആ ഒരു APIകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് അത് അങ്ങനെ ഓടിച്ചു പോവാം. അപ്പോൾ സൈനപ്പ് സ്ക്രീനിൻ്റെ ബേസിക് ആയിട്ടുള്ള ആ ഒരു ലേഔട്ടും ആ ഒരു ഡിസൈനും ഏകദേശം ഇത്രയാണ് വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ഫോർഗോട്ട് പാസ്വേഡിൻ്റെ സ്ക്രീൻ ആയാലും മൊബൈൽ രജിസ്ട്രേഷൻ്റെ സ്ക്രീൻ ആയാലും വെരിഫിക്കേഷൻ്റെ സ്ക്രീൻ ആയാലും കുറേയൊക്കെ കാര്യങ്ങൾ സെയിം തന്നെ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു ടൈറ്റിൽ മുകളിലുള്ള ബാക്ക് ബട്ടൺ, അതിൻ്റെ ഒരു ഹെഡിങ്, പിന്നെ അതുപോലെ ഒരു ടൈറ്റിൽ ടെക്സ്റ്റ്, അതിൻ്റെ ഒരു സബ് ടെക്സ്റ്റുകൾ വരുന്നത്. പിന്നെ ഇവിടെ ടെക്സ്റ്റ് ബോക്സിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ നമ്മളെ മുമ്പൊക്കെ ചെയ്ത പോലെ തന്നെ അതേ ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിൽ നമ്മളെ ഫോൺ രജിസ്ട്രേഷനിൽ 2 എണ്ണം വരുന്നുണ്ട്. അതിലൊരെണ്ണം നമ്മളുടെ ഒരു കൺട്രി കോഡിൻ്റെ ഒരു ഭാഗം, അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. OTPയിൽ വരുമ്പോൾ ഒരു 4 ഡിജിറ്റ് അടിക്കാനുള്ളൊരു അല്ലെങ്കിൽ ഒരു 6 ഡിജിറ്റ് അടിക്കാനുള്ള ഒരു പോർഷൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ ബട്ടണുകളായാലും അതൊക്കെ സെയിം തന്നെ. അപ്പം ഇതിനിപ്പോൾ അധികം നമുക്ക് നോക്കാനില്ല, കാരണം നമ്മളിൽ കോഡുകളൊക്കെ ഏകദേശം ഉണ്ട്. പക്ഷെ ഞാൻ ഈ ഫോർഗോട്ട് പാസ്വേഡിൻ്റെ സ്ക്രീൻ പെട്ടെന്നൊന്ന് കോപ്പി ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ബാക്കിയുള്ള സ്ക്രീനുകൾ നിങ്ങൾക്കൊരു എക്സസൈസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. പക്ഷെ നമ്മളെല്ലാം ഇതിൽ കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഫോർഗോട്ട് സ്ക്രീനും കൂടി ചെയ്തിട്ട് വരാം.
അപ്പോൾ അതിന് തന്നെ നമുക്കൊരു സ്ക്രീൻ വേണം. അതിൻ്റെ അകത്തൊരു കോമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇൻഡെക്സിൽ അതിന് ഇമ്പോർട്ട് ചെയ്യണം. അത് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യണം. നാവിഗേറ്റേഴ്സിൽ അതിന് ഇമ്പോർട്ട് ചെയ്യണം. ഒരു നാവിഗേഷൻ സ്ക്രീനായിട്ട് വെക്കണം. അപ്പോൾ അതിലൊക്കെ നാവിഗേഷൻ വരുന്നുണ്ടാവുക നമ്മളെ സൈൻ ഇൻ സ്ക്രീനിൽ ഫോർഗോട്ട് പാസ്വേഡിൻ്റെ ബട്ടൺ, അതായത് ഈ ഒരു ബട്ടണിൻ്റെ പ്രസ്സിലായിരിക്കും അതിലോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ സൈൻ അപ്പ് സ്ക്രീനിലോട്ട് പോയ പോലെ തന്നെ ഇവിടെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു ഫോർഗോട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു പേജ്, പുതിയൊരു പേജിലോട്ട് പോയിട്ടുണ്ട്. അത് നമ്മളെ ഫോർഗോട്ട് പാസ്വേഡിൻ്റെ പേജാണ്. ഇനിയിപ്പോൾ നമുക്കുള്ളത് ആ ഒരു കോപ്പി പേസ്റ്റിൻ്റെ ഒരു കാര്യങ്ങളാണ്. നമുക്ക് സ്റ്റൈലുകളും എലമെൻറ്റുകളും ഓരോന്നായിട്ട് കോപ്പി ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ഒരു ഫോർഗോട്ട് പാസ്വേഡിൻ്റെ സ്ക്രീൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സെയിം അതേ എലമെൻറ്റുകളും അതേ സ്റ്റൈലുകളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്കൊരു ബട്ടണുള്ളൂ, ഒരു ടെക്സ്റ്റ് ഇൻപുട്ടുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ അത് ചെയ്യാൻ പറ്റി നമുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമുക്കുള്ളത് ഈ ഫോൺ രജിസ്ട്രേഷൻ്റെ പിന്നെ ഈ വെരിഫിക്കേഷൻ്റെ സ്ക്രീൻ. ഫോൺ രജിസ്ട്രേഷനിൽ കുറച്ച് അധികം നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ രണ്ട് സ്ക്രീനിലും സൈനപ്പിലെ ഫോർഗോട്ട് പാസ്വേഡ് സ്ക്രീനിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.